ഇന്ന് നമുക്ക് നോക്കാം ഈ വരുന്ന ആഴ്ചയെക്കുറിച്ച് യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് മെയ് 17 മുതൽ മെയ് 23 വരെയുള്ള ആ ഒരു 7 ദിവസക്കാലം എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, എന്താണ് യൂണിവേഴ്സ് പറയുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 9 ഓഫ് പെൻറ്റക്കിൾസ്, ഫൂൾ, 10 ഓഫ് സോഡ്സ്, 8 ഓഫ് സോഡ്സ് ആൻഡ് വീൽ. അപ്പോൾ ഇവിടെ നമുക്കൊരു മിക്സ്ഡ് എനർജീസാണ് കാണാൻ കഴിയുന്നത്. ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ആ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്നൊരവസ്ഥ, ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ്, ആ ഒരു രീതിയിലൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയം ആരെയും അന്ധമായിട്ട് ട്രസ്റ്റ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മറ്റുള്ളവരുടെ വാക്കുകളിൽ വീണ് പോവുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചിലർക്ക് അവരുടെ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ഒരു ന്യൂ ജേണിക്കുള്ള ഒരു ടൈം ആയിരിക്കുന്നു എന്നുള്ളതാണ്. പുതിയ ചില കാര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക് ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഒരു പ്രശംസ അല്ലാന്നുണ്ടെങ്കിൽ സമൂഹത്തിലാണെന്നുണ്ടെങ്കിലും കുറച്ചൊന്ന് അറിയപ്പെടുന്ന രീതിയിലേക്കൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ചിലർക്ക് ഒരുപാട് നാളുകളായിട്ട് എന്തെങ്കിലും വസ്തുക്കൾ മേടിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളരെ ചിലപ്പോൾ ലക്ഷൂറിയസ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും, അതെല്ലാം കൈകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമായിട്ട് തന്നെ കാണാം. ഫിനാൻഷ്യലി ആ ഒരു മെച്ചം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ഉള്ള റിസ്ക്കുകൾ ഏറ്റെടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി കിട്ടാനായിട്ട് പോകുന്നുണ്ട്. ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങളെ വേട്ടയാടിയിരുന്ന, വിഷമിപ്പിച്ചിരുന്ന ഏതെങ്കിലും ഒരു സംഗതിയൊക്കെ ആയിരിക്കാം അതിനൊരു എൻഡിങ് ഉണ്ടാവാനായിട്ട് പോകുന്നതായിട്ടും കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള എനർജീസ് കയറി വന്നിട്ടുണ്ട്. മാത്രമല്ല ചില സമയത്ത് വളരെ ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ കുറച്ചൊന്ന് ഒരു മെൻ്റൽ സ്റ്റക്നെസ്സിലേക്ക് വരാനുള്ള ഒരു സാധ്യതയൊക്കെ കൂടുതലാണ്. അതായത് കൂടുതലായിട്ടും ആലോചിച്ച് കാട് കയറി പ്രശ്നങ്ങൾ ഉണ്ടാവുക, മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ടുന്നൊരു സമയമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇനി അതുപോലെ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ലൈഫിൽ ആ ഒരു ഡിവൈൻ ടൈം വന്നു ചേരാൻ പോകുന്ന ഒരു കാലഘട്ടമായിട്ട് തന്നെ കാണുന്നുണ്ട്. റിലേഷൻഷിപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം. അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജിയും എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. കൂടുതലായിട്ടും ഒരു മെൻ്റൽ സ്റ്റക്നെസ് അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ഒരു സ്ട്രെസ് അവനവൻ്റെ ഒരു ആലോചന ചിന്താഗതി ഒക്കെ കൊണ്ട് തന്നെയാണ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ വന്നിട്ടുള്ള പോസിറ്റീവ് എനർജീസ് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അതുപോലെ തന്നെ യൂണിവേഴ്സിൻ്റെ ഈ ഒരു മെസ്സേജിന് നന്ദി അറിയിക്കുക.